സി എ എക്സാംസിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം നല്ലൊരു ഐഡിയ ആണോ? എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ICA ബെസ്റ്റ് 5 ആണോ എടുക്കുക, അതോ ആദ്യത്തെ 5 ആണോ എടുക്കുക? ലെറ്റ്സ് സി. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ICAൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തോളൂ, നമ്മളതിൽ ബെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ദീസ് ആർ ജസ്റ്റ് ഒപ്പീനിയൻസ്. ഞാൻ പറയാൻ പോണത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് നിങ്ങൾക്കറിയുന്ന ഏറ്റവും ബെസ്റ്റ് 5 ആൻസേഴ്സ് എഴുതുക എന്നുള്ളത്. പൊതുവേ നമ്മൾ CA എക്സാംസിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ ലോൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, CA ഫൗണ്ടേഷന് ഇൻ്റർമീഡിയറ്റ്, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഫൗണ്ടേഷൻ്റെ കേസിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ കേസിൽ, ഇൻ്റർമീഡിയറ്റിൻ്റെ കേസിൽ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ കേസിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പാറ്റേൺ 30-70 ആണ്. 30 MCQ, 70 ഡിസ്ക്രിപ്റ്റീവ്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 100 മാർക്സും ഡിസ്ക്രിപ്റ്റീവാണുള്ളത്. ഇതിൽ 6 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കമ്പൽസറി ആണ്. ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതണം. ഇതാണ് പാറ്റേൺ. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി, 2 കേസിലും ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി. ബാക്കി 5ൽ നമ്മൾ എനി 4 എഴുതണം എന്നാണ് 2 സ്ഥലത്തും ICA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ പാറ്റേൺ, ഇപ്പോൾ നമുക്ക് ഫൗണ്ടേഷനിൽ MCQ ഇല്ലാത്തതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും ഏകദേശം 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. 20 മാർക്സ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 120 മാർക്സിൻ്റെ പേപ്പറാണുള്ളത്. ഇൻ്റർമീഡിയറ്റിൻ്റെ കേസിൽ നമുക്ക് 114 മാർക്സിൻ്റെ പേപ്പറാണ് ഉണ്ടാവാറ്. ഡിസ്ക്രിപ്റ്റീവിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ 30 MCQ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും അപ്രോക്സിമേറ്റ്ലി 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവാറുള്ളത് ഇൻ്റർമീഡിയറ്റിൽ. ഇവിടെ നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും. ആൻഡ് ഇതിൽ തന്നെ പാറ്റേൺ അഗെയിൻ, ഈ 20 മാർക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വിച്ച് വുഡ് ബി ലൈക്ക് 7 പിന്നെ 6. ഈ രീതിയിലാണ് പൊതുവെ ബ്രേക്കപ്പ് ഉണ്ടാവാറ്. അതിൽ തന്നെ ഈ 7 തന്നെ ചിലപ്പോൾ വീണ്ടും 2 സ്പ്ലിറ്റ് ആയിട്ട് 3, 4 അങ്ങനെ ചോദിക്കാറുണ്ട്. ഇവിടെ പൊതുവെ ഉണ്ടാവാറ് ഒരു ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിലെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5, 4 അങ്ങനെ. അതിൽ തന്നെ ചിലപ്പോൾ ഈ 5 ചിലപ്പോൾ വീണ്ടും ബ്രേക്ക് ചെയ്യാം, 2, 3 എന്നുള്ള രീതിയിൽ. വാട്ട് എവർ മേ ബി ദ കേസ്, 14 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ നൗ നമ്മൾ ഏറ്റവും ഫസ്റ്റ് റീസൺ ദാറ്റ് ഐ വുഡ് സേ, എന്തുകൊണ്ട് നിങ്ങൾ എല്ലാം എഴുതാതെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എഴുതുക എന്നുള്ളത്, ആദ്യം തന്നെ നമുക്കൊരു കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ് കിട്ടുന്നുണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ എല്ലാ ക്വസ്റ്റ്യൻ തന്നെ ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് വായിക്കാനുള്ള സഫീഷ്യൻറ്റ് ടൈം നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ് ഇസ് എ ടൈം വെൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ടൈമാണ്. നൗ സാറേ, ഞാനിപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് ചില ക്വസ്റ്റ്യൻ്റെ കേസിൽ എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ എയും അറിയാം, ബിയും അറിയാം, 5 മാർക്സ് ഈച്ച്. സി അറിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ ബിയും അറിയാം, സിയും അറിയാം, 5, 4. അപ്പോൾ ഞാൻ രണ്ടും എഴുതിയിട്ട് കഴിഞ്ഞാൽ ICA ബെസ്റ്റ് പിക്ക് ചെയ്യുമല്ലോ. ഒരു അൺവാണ്ടഡ് പ്രാക്ടീസാണ്. കാരണം ഏറ്റവും ബേസിക് ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾ ഏത് CA എക്സാംസ് എഴുതുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലും പലരും ഒരു ചാലഞ്ചിങ് ഫാക്ടറായിട്ട് പറയാറ് എക്സാം 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് 6 ക്വസ്റ്റ്യൻ പോട്ടെ, 5 ക്വസ്റ്റ്യൻ തന്നെ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മേ ബി നമ്മൾ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, സ്കൂളാവാം, കോളേജ് ആവാം, അവിടെ നമുക്ക് എക്സാം കഴിഞ്ഞാലും സഫീഷ്യൻറ്റ് ടൈമുള്ള കേസസ് ഉണ്ടാവാം. CA എക്സാംസിൽ അത് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. സോ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഫാക്ടർ തന്നെ നമ്മൾ ഇവിടെ വേർഡ്സ് അല്ല ക്രൈറ്റീരിയ വെക്കാറ്, ടൈമാണ് വെക്കാറ്. ടൈം തന്നെ നമ്മൾ പൊതുവേ പറയാറുള്ള റൂള് ഒരു മാർക്കിന് നിങ്ങൾക്ക് 1.8 മിനിറ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ റൂൾ വരാൻ കാരണം നമുക്ക് 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. 180 മിനിറ്റ്സ് ആണ്, 100 മാർക്സ് ആണ്. സോ ഓരോ മാർക്കിനും 1.8 മിനിറ്റ്. ആവറേജ് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് 5 × 1.8 നമുക്ക് 9 മിനിറ്റ് കിട്ടും. ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ആവാൻ പോവാണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തുമ്പോൾ. വാട്ട് യു ഗോയിങ് ടു ഡു ഈസ്, ഇവിടെ ഓട്ടോമാറ്റിക്കലി 180 ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് 180 ഡിവൈഡഡ് ബൈ 120 ആണ്, വിച്ച് കംസ് ടു അറൗണ്ട് 1.5 മിനിറ്റ്സ് പെർ മാർക്സ്. നേരെ ഇൻ്റർമീഡിയറ്റിൻ്റെ കേസിലാണെങ്കിൽ അഗെയിൻ നിങ്ങൾ 180 ഡിവൈഡഡ് ബൈ 114 ആണ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കലി അഗെയിൻ അവിടെ ഒരു 1.58 ആ റേഞ്ചിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കലി ആൻസറിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോവാണ്. CA എക്സാംസ് പ്രൊഫഷണൽ എക്സാമാണ്, ടു ദ പോയിന്റ് എഴുതുക, കുറേ വലിച്ചുവാരി എഴുതരുത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കത്തിയടിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ തന്ന ക്വസ്റ്റ്യനുള്ള മാർക്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യും വേണം. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മേ ബി നിങ്ങളെ ആൻസർ ഒരു സെൻറ്റൻസിൽ തന്നെ ആൻസർ ഉണ്ട്, അല്ലെങ്കിൽ 2 സെൻറ്റൻസിന് ആൻസർ ഉണ്ട്, അത് പോരാ. ചിലപ്പോൾ ഒറ്റ കണ്ടീഷനേക്കാരം, ആക്ച്വലുള്ള ഒരു ടോപ്പിക്കിൽ ഒരു കണ്ടീഷനേക്കാരം ആൻസർ, പക്ഷേ അതൊരു ഹൈ മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷനും ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ പെർട്ടിക്കുലർ പോയിന്റ് മാത്രം നമ്മൾ സ്ട്രെസ് ചെയ്ത് എഴുതേണ്ടി വരും. സോ ഇവിടെയൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇക്വേഷൻ തന്നെ തെറ്റിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യന് വേണ്ട റിക്വയർഡ് റെസ്പെക്ട് നിങ്ങൾ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ലൈക്ക് ഐ സൈഡ്, ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ ICAൻ്റെ സൈഡിൽ ഞാൻ എവിടെയും കണ്ടിട്ടുള്ള തപ്പിയിട്ട്. അപ്പോൾ ചാൻസസ് ആർ അവർ ചിലപ്പോൾ നിങ്ങളെ ഇനീഷ്യൽ ആൻസേഴ്സ് മാത്രം പിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വൺ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ICA തന്നെ ഇപ്പോൾ റിസൾട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. കാരണം ഇപ്പോൾ എക്സാംസും വർഷത്തിൽ 2 വർഷത്തിൽ 3 ആക്കി.
ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റിൻ്റെ കേസിൽ ഫൈനൽ കേസിൽ രണ്ടെണ്ണമാണ്. ബട്ട് അപ്പോഴൊക്കെ നമുക്ക് റിസൾട്ടും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വരുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഒരു ഇവാലുവേറ്റർ ഇരുന്നാണ്ട് നിങ്ങൾ 6 ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് അതിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് തരുന്നതാണ് ബെറ്റർ മറ്റേനേക്കാളും എന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു ഫ്ലൂക്ക് ട്രൈ ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിലറിയാത്ത ഏരിയാസും നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ലോൻ്റെ കേസിൽ. ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് അഡ്വൈസ്. പ്രസൻറ്റേഷൻ ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ ലാസ്റ്റൊക്കെ ഫോക്കസ് ചെയ്യട്ടോ. ഫസ്റ്റ് തന്നെ മെയിൻ കോണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മതി ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ, വിച്ച് നോർമലി അക്കൗണ്ട്സിൻ്റെ കേസിലൊക്കെയാണ് ഉണ്ടാവാറ്. മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ആ അലോട്ട് ചെയ്ത ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഡു യുവർ ബെസ്റ്റ്.